പള്ളീൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ചിൻചാൻഷുവിൻ്റെ ഒരു സ്റ്റേഷൻ ആ ഭാഗത്തുണ്ട്. സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവരും പള്ളിയിൽ വരും. പിന്നെ ഇവിടെ ഈ മസ്ജിദിൽ AP ഉസ്താദും ഖലീൽ തങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജം ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി, തമിഴ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ മക്കളാണ്. ഇവിടെ ഹോങ്കോങ്ങിൽ ഈ ഒറ്റ പള്ളിയുള്ളൂ, മൊത്തം ടോട്ടൽ 6 മസ്ജിദ്സ് ഉണ്ട്. അടിപൊളി കഞ്ചിയല്ലേ, ആ കഞ്ചി നമ്മുടെ തമിഴ്നാട്ടിൽ പോലും കിട്ടില്ല. നമുക്ക് എന്താണെന്ന് അറിയാം, നമുക്ക് കോഴിക്കോട് നമുക്ക് എപ്പോഴും പ്രൗഡുള്ള ഒരു സംഗതിയാണ് ഈ മർക്കസ് എന്ന് പറയുന്നത്. കൗലൂൺ മോസ്കോ ആൻഡ് ഇസ്ലാമിക് സെന്റർ. This is the action of Allah that Allah Azza wa Jal going to bless us if we spend in His path. അപ്പൊ നമ്മളെ ഇൻഡിപെൻഡൻസിന് മുന്നേ ഇവിടെ പള്ളിയുണ്ട്. 126 years old മസ്ജിദാണ്. ഇവര് നമുക്കിപ്പോ ഇസ്ലാമിലേക്ക് ചൈനീസ് ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടുന്ന് കൺവേർട്ട് ആയി വരാറുണ്ട്. എവറി വീക്ക് അല്ലേ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഹോങ്കോങ്ങിലെ വെള്ളിയാഴ്ച എപ്പിസോഡാണ്. അപ്പം ഹോങ്കോങ്ങിലെ നമ്മളൊരു വലിയ പള്ളിയുണ്ട്. ഈ പള്ളിയിൽ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ ഇത് എങ്ങനെയാണ്, നിസ്കാരം എങ്ങനെയാണ്, എത്ര ആൾക്കാർ വരുന്നുണ്ട്, എത്ര വലിയ പള്ളീനെ പറ്റിയിട്ടും പിന്നെ ആ പള്ളി നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബിസിനസ് സെൻറ്ററിൻ്റെയും കഥ കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും നമ്മളെ ഹോങ്കോങ് സീരീസിലേക്ക് വെള്ളിയാഴ്ചത്തെ നമ്മുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചുങ്കിങ് മാൻഷൻ കേട്ടോ. ചുങ്കിങ് മാൻഷനിൽ നമ്മളീ പറഞ്ഞ തിരക്കുള്ള സമയത്ത് കണ്ടില്ല നിങ്ങൾ, ഈ തിരക്കുള്ള സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ പള്ളി കേട്ടോ. ഇവിടെ ഇത് പല രാജ്യങ്ങളിൽ നിന്നും വന്ന് സെറ്റിലായ ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഇതിൻ്റെ നടത്തിപ്പൊക്കെ. ഇവിടെ ഞാൻ മുമ്പ് വന്ന സമയത്ത് ഈ പള്ളിയിൽ നോൻപിൻ്റെ സമയത്ത് ഇഷ്ടം പോലുള്ള രാജ്യക്കാർ ഇവിടെ നോമ്പ് തുറക്കാനൊക്കെ വരും. കാരണം ഇവിടെ ഒരു നോമ്പ് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരു കഞ്ഞി ഉണ്ട് വരുന്നത്. അങ്ങനെ കുറേ സംഗതികൾ പ്രത്യേകത ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ആ പള്ളീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ ചുങ്കിങ് മാൻഷൻ്റെ അടുത്തുനിന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ ഇടയിൽ കാണണം കേട്ടോ. ഞാനിതിങ്ങനെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കാഴ്ചകൾ കൂടി കാണാനാണ്. അപ്പം ചുങ്കിങ് മാൻഷൻ്റെ അടുത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് 4 മിനിറ്റ് സമയമുള്ളൂ നമ്മൾ ഈ പള്ളിയിലേക്ക് കിട്ടും. തൊട്ടടുത്താണ്. അപ്പോൾ വിദേശത്ത് നിന്ന് ആൾക്കാർ ആര് വരികയാണെങ്കിലും മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അടിപൊളി ഒരു പള്ളി ഈ ഭാഗത്തുണ്ടാവും. അതുകൊണ്ടാണ് അതായത് അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ഇപ്പോൾ അത് നന്നാക്കിയ ഒരു അടിപൊളി പള്ളിയാണ്. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പാർക്കും സൗകര്യങ്ങളും എല്ലാം കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പള്ളീൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള സിഗ്നലാണ്. ഇതാണ് ആ പള്ളി കേട്ടോ. പള്ളീൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ചിൻചാൻഷുവിൻ്റെ ഒരു സ്റ്റേഷൻ ആ ഭാഗത്തുണ്ട്. അതേപോലെ നമ്മളിതാ ഇവിടെയൊക്കെ മാർക്കറ്റുകളും ആളൊക്കെ തിരക്കുള്ള ഭാഗത്താണ് കേട്ടോ ഈ പള്ളിയുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കോലോണിൽ സെൻറ്ററിലേക്ക് പോയ ഭാഗം, ഇത്രയും ജനങ്ങൾ ഒഴുകുന്ന ഏരിയ, ഈ ഭാഗത്താണ് നമ്മൾ ഈ ഭാഗത്ത് ഹോങ്കോങ്ങിലുള്ള പള്ളി. അതായത് പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് തന്നെയാണ് ഈ പള്ളിയുള്ളത്. ഇതാണ് പള്ളിയിലേക്കുള്ള വഴി. അപ്പോൾ പള്ളീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് കേട്ടോ, അതിൻ്റെ ബാക്കിലുള്ള പാർക്ക്. ഇവിടേക്ക് നമ്മളെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരണം. ഇവിടെ എൻട്രൻസ്. അപ്പോൾ ഇതാണ് നമ്മളെ പള്ളീൻ്റെ പേര് കേട്ടോ, കൗലൂൺ മോസ്കോ ആൻഡ് ഇസ്ലാമിക് സെൻറ്റർ. ഇതാണ് നമ്മളെ പള്ളീൻ്റെ കേട്ടോ. ഇത്രയും വലിയ പള്ളിയാണ് ഇത്. 2-3 തട്ടുണ്ട് കേട്ടോ. 2-3 തട്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മൾ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ല. പള്ളിയിൽ ഏറ്റവും അടിപൊളി സെറ്റപ്പ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട്. സിറ്റിൻ്റെ നേരെ മുന്നിൽ കേട്ടോ. ഇവിടെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകട്ടോ. പള്ളിയിൽ പോകാനുള്ള സ്പേസൊക്കെ ഉണ്ട്. സ്ത്രീകൾക്കൊരു സ്പേസ് വേറെ ഉണ്ട്, ആൾക്കാർക്ക് വേറെ സ്പേസ് ഉണ്ട്. മനസ്സിലായില്ല, വലിയ പള്ളീൻ്റെ സൗകര്യങ്ങളാണ്. ഇവിടെ ഇപ്പം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നിസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാനുള്ള ഇവിടുത്തെ കമ്മിറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ.
ഇവിടെ ശരിക്കും 12 മണിക്ക് ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ 1:30 മണിക്ക് നിസ്കാരം ഫിക്സഡായിട്ട് വെച്ചാൽ, കാരണം ആൾക്കാരെ ജോലി ടൈം എല്ലാം നോക്കിയിട്ടാണ് അതിനുള്ളത്. പൊതുവേ ഇവിടുത്തെ ടൈമും അങ്ങനെ തന്നെയാണ്. നമ്മളെ നാടുമായിട്ട് 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടേക്ക് കയറിക്കഴിഞ്ഞാൽ. അസ്സലാമു അലൈക്കും. ഇവർ ഒരു ഹദിയക്ക് കാര്യങ്ങൾക്കുള്ള അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ വെക്കുക. അതിന് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്ഥലമാണ്. ഗ്രൗണ്ടിലിത് നിസ്കാര ടൈമുകൾ, ഇവിടുത്തെ നിസ്കാരത്തിൻ്റെ ടൈമുകളാണ്. ബാങ്ക് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കേട്ടോ, നമ്മൾ ബാങ്ക് കൊടുക്കുകയായിരുന്നു, അത് കഴിഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയ സ്പേസാണ് കേട്ടോ. ഇത് ഒരു ഭാഗം. അടുത്തത് ഇവിടെ ഒന്നും എടുക്കാൻ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഭാഗം. ഇവിടെ വീണ്ടും നമുക്ക് ഇതേപോലത്തെ വലിയ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. എല്ലാ രാജ്യക്കാരും ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാ രാജ്യക്കാരും ഉള്ള പള്ളിയാണിത്. ജുമാ എന്നല്ല, എല്ലാ നിസ്കാരങ്ങൾക്കും ഭയങ്കര റഷാണ് ഇവിടെ. കാരണം ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ മുസ്ലിങ്ങളും, ഇതൊരു മെയിൻ മാർക്കറ്റ് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നിസ്കാരവും ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിസ്കാരങ്ങൾ കണ്ടില്ലേ, കിബിലൻ്റെ സ്ഥലമാണ്. ഇവിടുത്തെ നിസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ ഇത്രയും സ്പേസ് ഉണ്ട്. വയസ്സായ ആൾക്കാർ ആ ഭാഗങ്ങളിൽ വയസ്സായ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എല്ലാ സുന്നത്ത് നിസ്കാരം നടക്കുകയാണ് ആ സൈഡിലും. ഈ ഹൈറ്റ് കാലിന് സുഖമില്ലാത്ത ആൾക്കാർക്ക് ഇരിക്കാൻ ഫുള്ള് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ സൈഡിൽ മൊത്തത്തിൽ ഇരിക്കാനുള്ള സ്പേസാണ് കേട്ടോ. ഇത്രയും സൗകര്യമുള്ള നല്ല അടിപൊളി ഇൻറ്റീരിയറുള്ള ഒരു പള്ളിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇവിടെ നിസ്കരിക്കാൻ പോവുകയാണ്. ഇനി നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിലെ നിസ്കാരത്തിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ നിസ്കാര ടൈമാണ്, ജുമാൻ്റെ ടൈമാണ്. അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ, പള്ളീൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. Each and every day, Prophet ﷺ says, 2 angels will descend from the sky in this world. One of them would say, "Oh Allah, you bless the one who spends in your way multitudely. You just make the replacement." And another angel would say, "Oh Allah, you give the one who withholds his property, not spending, destruction." This is the dua of the angels each and every day. This is the promise of the Prophet sallallahu alaihi wasallam. This is the action of Allah, that Allah azza wa jal going to bless us if we spend in His path. In the charity, in the assisting of poor and needy, you will get, or you will find it in the sight of Allah. أعظم أجر, multitude reward. الله أكبر الله أكبر الله أكبر ഇവിടെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാ ആൾക്കാരും, എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ലോകത്ത്, അവർ ഹോങ്കോങ്ങിൽ വരുന്ന എല്ലാ മുസ്ലിങ്ങളും ഈ പള്ളീൻ്റെ അകത്ത് വരും. ഞാൻ കാണിച്ച 2 ഫ്ലോറിലും ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ്. അത്രയും ആൾക്കാരുണ്ട്. ഹോങ്കോങ്ങിൽ എത്രത്തോളം മുസ്ലിങ്ങളുണ്ട്, എത്രത്തോളം മുസ്ലിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഈ പള്ളിയിൽ കാണുന്ന ജുമാൻ്റെ ഈ തിരക്കിട്ടത്. മുകളിൽ 3 ഫ്ലോറിലെ ആൾക്കാരാണ് നമ്മൾ വരുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇത്രയും തിരക്കുകളുണ്ട്. ഈ ആൾക്കാർ തമ്മിൽ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സലാമാക്കുക, കാര്യങ്ങളൊക്കെ. ഇത് താഴത്തെ ഫ്ലോറിലുള്ള ആൾക്കാർ കേട്ടോ. മറ്റൊരു ഫ്ലോറിൽ, ഇതിൻ്റെ അപ്പുറം ഞാൻ കാണിച്ച വേറൊരു ഫ്ലോറും ഉണ്ട് കേട്ടോ. പിന്നെ സ്ത്രീകൾ വരുന്നത് ആ ഭാഗത്തു നിന്നാണ് സ്ത്രീകൾ ഉണ്ടാവുക. സ്ത്രീകൾ വരുന്ന ഭാഗമാണ് ആ ഭാഗം. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ കാഴ്ചകളാട്ടത്. ഇതാണ്, ഇത്രയും ജനങ്ങളാണ്. ലോകത്തുള്ള എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എല്ലാവരും പള്ളിയിൽ വരും. ഹോങ്കോങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ആ ഏരിയയിലെ ഒരു പള്ളിയാണ് കേട്ടോ.
ജുമാ കഴിഞ്ഞിട്ടുള്ള റഷ് കണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ പോലെ തന്നെ അത്രയും റഷാണ്. പള്ളി മൊത്തം അത്രയും റഷാണ്. നമ്മൾ ഈ തിരക്കാണ് നമ്മൾ ഹോങ്കോങ്ങിൻ്റെ പ്രത്യേകത. അടിയിലങ്ങൾ പള്ളിയിലെ എല്ലാ ഡീറ്റെയിൽസും പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലൊക്കെ നല്ല ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ അതിനുള്ള കണ്ടില്ല. ഇവിടെ ഈ ഡൊണേഷൻ കൊടുക്കലാണ് പ്രധാനം. എല്ലാ മതക്കാർക്കും കണ്ടില്ല. നമ്മളെ നാട്ടിലെ പള്ളി പോലെ തന്നെ എല്ലാ ആൾക്കാരും വരും. ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും ആൾക്കാർക്ക് ഈ ജുമാ ടൈമിന്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യക്കാരായാലും പാവപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു ജുമാക്ക് ഇവർക്ക് ഇഷ്ടം പോലെ ക്യാഷും കാര്യങ്ങളും സൗകര്യങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് പള്ളീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാവർക്കും കൊടുക്കുക. ഇത്രയും ജനങ്ങളുടെ വലിയൊരു പള്ളി. അപ്പോൾ പള്ളീൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോങ്കോങ്ങിൽ നമ്മൾ പറയുന്ന ലൈഫൊക്കെ ഹോങ്കോങ്ങിൻ്റെ പുറത്ത് വേറൊരു ലൈഫും ജീവിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹമല്ല പറയുന്ന മതപരമായ കാഴ്ചയുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ ക്രിയകളും. അത്രയും വലിയ പള്ളിയാണ് കേട്ടോ, വലിയ പള്ളിയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ആൾക്കാർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അതിൽ എല്ലാ സാധനങ്ങളും ബിരിയാണി ഉണ്ടാവും. പിന്നെ അതേപോലെ ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ആൾക്കാരും വാങ്ങും. അതൊരു എന്താ പറയുക, നമ്മളെല്ലാ പള്ളികളിലും എവിടെ പോയാലും പള്ളികളിൽ ഇതേപോലത്തെ സംഗതികൾ ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ ജുമാ കഴിഞ്ഞാലുണ്ടാവും. അതെല്ലാവരും വാങ്ങി അവരോട് സഹകരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അതൊരു ബിസിനസ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും എപ്പോഴും എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫുഡും സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബിരിയാണി ചെറിയൊരു ഇതൊക്കെ വാങ്ങിച്ചിട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, അവർ കൂടി കഴിക്കാൻ കണക്കാക്കിയിട്ട് നമ്മൾ വെള്ളിയാഴ്ചകളിലാവുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിലിതാ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, റോസ്റ്റ്, ചിക്കൻ്റെ ഇത് എല്ലാ ആൾക്കാരും അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് അടിപൊളി സാധനമാണ്, ഫ്രഷ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഭയങ്കര അതിശയകരമായ ഒരു കാര്യം, നമ്മൾ ഇവിടുത്തെ ഇമാമില്ലേ ഖുതുബ പറഞ്ഞ ആ ഇമാമ് സഖാഫി ആട്ടോ, നമ്മൾ മർക്കസിൽ പഠിച്ച സഖാഫിയാണ്. അപ്പം സഖാഫിനോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ച സമയത്ത് സഖാഫിനോട് പറഞ്ഞ കുറേ സത്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സഖാഫിനോട് എനിക്ക് നിങ്ങളെ ഒന്ന് ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പം സഖാഫി പറഞ്ഞു നാളെ വന്നോളി, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരാം, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാറുണ്ട്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിലേക്ക് പോവാട്ടോ. സഖാഫിൻ്റെ അടുത്തേക്ക് സഖാഫിക്ക് പറയാനുള്ള കുറേ സത്യങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് പോവാണ് കേട്ടോ. നമ്മളെ മർക്കസിൽ പഠിച്ച സഖാഫിയാണ് നമുക്കിത് ഇവർക്ക് ക്ലാസ്സും കാര്യങ്ങളും ഈ പള്ളീൻ്റെ ഖത്തീബും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉസ്താദിനൊന്ന് കാണാമെന്നോ? സഖാഫി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവിടുത്തെ പള്ളീൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ ചോദിച്ചറിയാം നമുക്ക്. എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഉസ്താദ് എത്ര വർഷമായി, എന്താണ് ഹോങ്കോങ്ങിൻ്റെ സ്ഥിതി എന്നൊന്നും അറിയാം കേട്ടോ. അപ്പം ഞാൻ ഉസ്താദിനെ കാണാൻ പോവാണ്. അസ്സലാമു അലൈക്കും. ഫൈൻ. ഹൗ ആർ യു സർ? ഗുഡ്. ഓ സുഖാണ്. നിങ്ങൾ നല്ലോണം മലയാളം പറഞ്ഞോളൂ, എല്ലാവർക്കും തിരിയും. ഞാനിവിടെ വന്നേ ജുമാക്ക് അറ്റൻഡ് ചെയ്ത്. അപ്പൊ നിങ്ങളെ പ്രസംഗമൊക്കെ കേട്ടു, ഞാൻ ജുമൊക്കെ നന്നായി കേട്ടു. ഇഷ്ടംപോലെ ആളുണ്ട് അല്ലേ? നല്ലോണം ആളുണ്ട് ഇതല്ലേ. അപ്പൊ എന്നിട്ട് ഞാൻ നിങ്ങളെ കണ്ടൊന്ന് സലാം പറഞ്ഞു പോകാൻ വിചാരിച്ചാണ്. അപ്പോഴാണ് നിങ്ങൾ സഖാഫിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ആകെ ഇതായത്. അപ്പൊ നിങ്ങള് നമ്മളെ മർക്കസിൽ ഏത് വർഷം പഠിച്ചത് ഉസ്താദ്? 2008 പഠിച്ചത് അല്ലേ? എത്ര വർഷം? അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മളെ ഉസ്താദിനൊക്കെ അബൂബക്കർ പ്രസ്റ്റീജിയസ് ആണ്. സഖാഫയിൽ പഠിച്ചതിന് ശേഷം ഒരുപാട് അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്റർനാഷണൽ എക്സ്പോഷറൊക്കെ കിട്ടി. അവിടുത്തെ ഉസ്താദ്മാരൊക്കെ അസ്ഹറിൽ ഇരുന്നുണ്ടായിരുന്നു. അബ്ദുള്ള ബൂത്തി, ഉമർ അബ്ദുള്ള ഖാമിൽ എന്ന് പറയുന്നത്. അവിടുത്തെ മർക്കസിന്റെ ഉസ്താദ്മാരും വളരെ മഹബത്തും ഇൽമുകാരും മാഷാ അല്ലാഹ് ഒരുപാട് നമ്മളെ they love me especially. So I can name their names. പേർ പറയാൻ കഴിയും. I don't want to miss anybody of my ustads. നമ്മളെ വലിയ ഉസ്താദിനെ കണ്ടു. AP ഉസ്താദ് ഒരുപാട് നമുക്ക് സ്നേഹമാണ്. Whenever AP ഉസ്താദ് comes to Tamil Nadu, നമുക്ക് ട്രാൻസ്ലേഷൻ ഉസ്താദിന്റെ
പിന്നെ സെർമൺസ് ഒക്കെ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കിട്ടും. അതിനുശേഷം ഹക്കീം ഉസ്താദും അബ്ദുൽ ഹക്കീം ഉസ്താദ് ഒരു നല്ല ബന്ധമുണ്ട്. We have a good connection with him. Lastly, he attended, last 2-3 weeks, he attended a convocation in my own university, actually from where I graduated. B.S. Abdurrahman University in Vandalur, Tamil Nadu. Okay. അവിടെ നിന്നാണ് നമുക്ക് ആലിമിയത്ത് ഖത്തമായത്. അതിന് മാഷാഅല്ലാഹ് ഉസ്താദ്മാരിലൊക്കെ വളരെ റാഹത്താണ്. സഖാഫാവിൻ്റെ ആ 2 കൊല്ലമല്ലേ നമ്മുടെ ലൈഫിൽ ഇന്റർനാഷണൽ എക്സ്പോഷർ, ഇൽമി രീതിയായ തിറക്കിയും അതുപോലെ അഖ്ലാഖി രീതിയായ തിറക്കിയും ഇന്റർനാഷണൽ എക്സ്പോഷർ ഒക്കെ കിട്ടിയത്. അതിനുശേഷമാണ് ഉസ്താദ് ഇവിടെ വന്നത്. അതിനുശേഷം ഞാൻ PhD ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ B.S. അബ്ദുറഹ്മാൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് പണി ചെയ്ത് 10 കൊല്ലം. പിന്നെ 2 കൊല്ലം അവിടെ TCS വർക്ക് ചെയ്തു ആസ് എ ട്രാൻസ്ലേറ്റർ. അതിനുശേഷം ആണ് ഇവിടെ വന്നത്. ഇവിടെ എത്ര വർഷമായി ഉസ്താദ്? 2 കൊല്ലമായി. 2 കൊല്ലമായി. എങ്ങനെയുണ്ട് ഇവിടെ ഹോങ്കോങ്ങിലെ? ഒരുപാട്. ഹോങ്കോങ് is a very nice country, especially there will not be any discrimination in the name of religion or caste or minority things will not be there. There are very much concentration from the government side for us, even though we are the foreigners. We are coming here for our profession. ഇപ്പോഴും റൂൾസ് നമുക്കുള്ള അക്സെപ്റ്റൻസി ബ്രിട്ടീഷ് റൂൾസിന്റെ പോലെ തന്നെയല്ലേ? അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ? മാറ്റമൊന്നും വന്നിട്ടില്ല ഈ കാര്യത്തിൽ. പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ചെയ്യുന്നു. അറിയുന്ന ആൾക്കാർക്ക്, പ്രൊഫഷണൽ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ സെപ്പറേഷൻ വളരെ കുറവാണ്. പെർമനന്റ് റെസിഡൻസ് ആയ ഇതൊക്കെ കിട്ടും. ആ വിഷയങ്ങളൊക്കെ വളരെ കുറവാണ്. ഗവൺമെന്റ് എന്തെങ്കിലും ഗ്രാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റുഡൻസ് ഗ്രാൻഡ് ഒക്കെ ഉണ്ട്. പിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മദ്രസക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ മദ്രസക്കും. ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷന്റെ ഒരു റെവല്യൂഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് കോൺസെൻട്രേഷൻ ആണ് ഗവൺമെന്റിൽ. പിന്നെ ഹലാൽ സർട്ടിഫിക്കേഷന്റെ ഫുൾ അതോറിറ്റി നമ്മുടെ BOT മാനേജ്മെന്റ് ആണ്. ഈ കൗലൂൺ മസ്ജിദും ഇതുപോലത്തെ 5 മസ്ജിദും 2 സെമിട്രിയും മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു സോൾ അതോറിറ്റി ഫോർ മുസ്ലിംസ് ഇൻ ഹോങ്കോങ് ആണ് BOT കിട്ടുന്നുണ്ട്. ആ BOTയിൽ ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻ ഒരു ഭാഗമാണ്, അതിലുണ്ട്. പിന്നെ ഇന്ത്യൻ മുസ്ലിം ആൾക്കാർ ഈ മസ്ജിദിന്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. We have to mention here. അതുപോലെ പാകിസ്ഥാനും ഒക്കെ ഉണ്ടാവില്ല. ആ സമയത്തല്ലേ ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷന്റെ മുമ്പ് സോൾജേഴ്സ് അല്ലേ ബ്രിട്ടീഷ് ആർമിയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ആരാധനയ്ക്കായി ഒരു സ്ഥലം ഗ്രഹിച്ചു. ആ സമയത്താണോ അത് ഉണ്ടായത്? അപ്പൊ നമ്മളെ ഇൻഡിപെൻഡൻസിന് മുന്നേ 126 years old മസ്ജിദാണ്. 126 വർഷം. പിന്നെ ആ സമയത്തുണ്ടായത് 1984 സമയത്ത് റീകൺസ്ട്രക്ഷൻ ഉണ്ടായത്, പുനർനിർമ്മാണം വെരി മാസീവ്. അപ്പോഴാണ് ഈ കൺസ്ട്രക്ഷൻ 3 സ്റ്റോറി മസ്ജിദ് ഉണ്ടായി. ആ കൺസ്ട്രക്ഷൻ നമ്മുടെ തമിഴ് സമുദായ മക്കൾ ഒരുപാട് ശ്രദ്ധയിൽ ഒരുപാട് ആക്റ്റീവാണ്. പിന്നെ കോൺട്രിബ്യൂഷനിൽ ആ സമയത്ത് $65 lakhs അക്യുമുലേറ്റ് ചെയ്തതിൽ ഫുൾ കോൺട്രിബ്യൂഷൻ ചെയ്ത് ലിസ്റ്റൊക്കെ ഉണ്ട് അവിടെ. ഞാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ അയച്ചു തരും. അതിലെ we have to mention that while they are doing this kind of divine things, they are building the masjid, they are giving the contribution with the names of divine people of their community. Like Sulaiman Waliullah al-Qahiri Association, so 2,50,000 like the Sulaiman Waliullah al-Qahiri. Sulaiman Waliullah al-Qahiri nale Sadaqatullah al-Qahiri ന്റെ ഒപ്പമാണ്. സദഖത്തുല്ലാഹിൽ ഖൈർ നെയിം ഇവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ അതേപോലെ there is a contribution in the name of തൈക്ക സാഹിബ്. തൈക്ക സാഹിബ് ഉമർ വലിയുള്ള ഖൈറിന്റെ മകനാണ്.
അത് ശരി. ഇവിടെ സിറ്റിസൺ ആയിരുന്നു. ഇവിടെ സിറ്റിസൺ ഒന്നുമില്ല, അവിടെ പേരക്കുട്ടിമാർ പിൻഗാമികളൊക്കെ ഇവിടെ സിറ്റിസൺ ആയിരുന്നു. പിന്നെ നമ്മുടെ മുൻഗാമികളുടെ നേമിലാണ് കോൺട്രിബ്യൂഷൻ ചെയ്തത്. കോൺട്രിബ്യൂഷൻ ആകുമ്പോൾ ഡിവൈൻ ആൾക്കാരുടെ നേം ഇവിടെ മെൻഷൻ ആവണം. അതേപോലെ തന്നെ ബുഹാരി ആലിം എന്ന് പറയുന്ന നമ്മുടെ സമകാലത്തെ ഒരുപാട് ഫിലന്ത്രഫിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് BS അബ്ദുറഹ്മാൻ കേട്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് BS അബ്ദുറഹ്മാൻ അവരുടെ ഉപ്പാവിന്റെ പേരിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇവിടെ. മാഷാ അല്ലാഹ് ഇതുപോലത്തെ കോൺട്രിബ്യൂഷൻ നമ്മുടെ തമിഴ് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്ലി എവറി ഇയർ തമിഴ് കമ്മ്യൂണിറ്റി, Indian community, Indian Muslim Association will hold the iftar party every day, all 30 days of Ramzan. Iconic iftar arrangement. ഞാൻ മുന്നാടി വന്ന് ഒരു പ്രാവശ്യം വന്നിട്ട് ഞാൻ ഇത് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഒരു കഞ്ഞിയുണ്ട്, ഒരുപാട് റീച്ച് ആണ്. അതെ, അടിപൊളി കഞ്ഞി കഞ്ചിയല്ലേ. ആ കഞ്ചി നമ്മുടെ തമിഴ്നാട്ടിൽ പോലും കിട്ടില്ല. ഇത്ര ടേസ്റ്റ് ആയിട്ട്, ടേസ്റ്റും അതിൽ ഭയങ്കര ഇൻഗ്രീഡിയൻസും ഒക്കെ ഇട്ടിട്ടുള്ള ഫുൾ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്. ഞാൻ കുടിച്ചിട്ടുണ്ട് ആ കഞ്ഞി ഇവിടെ വന്നിട്ട്. ഞാൻ റമദാൻ ഇതിന്റെ മുമ്പ് ചൈനയിൽ വന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു. അപ്പൊ വന്നിട്ട് ഞാൻ ആ സമയത്ത് ഒരു നോമ്പിന് ഇവിടുന്നാണ് നോമ്പ് തുറന്നതും ഒക്കെ. പിന്നെ ഇവിടെ ഈ മസ്ജിദിൽ AP ഉസ്താദും ഖലീൽ തങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടല്ലേ. അതൊക്കെ ആ സമയത്തിൽ തമിഴ് സമുദായം ഒരുപാട് ആക്റ്റീവാണ്. ജം ബിസിനസ് അങ്ങനെ ദുബായിക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ കുറച്ച് കുറവായി ബിസിനസ് ആയിപ്പോയി. ഇവിടെ ഇരിക്കുമ്പോൾ സോൾ ജം ബിസിനസ്സാണ്. BS അബ്ദുറഹ്മാൻ നമ്മുടെ കായൽപ്പട്ടത്തെ ആൾക്കാരും കിഴക്ക് ആൾക്കാരും ഒരുപാട് ജം ബിസിനസ്സിൽ ജാമ്പവനായിരുന്നു. ജം ഇന്ത്യ ഒക്കെ BS അബ്ദുറഹ്മാൻ കമ്പനി ഗ്ലോബൽ, ഇങ്ങനെ കിഴക്കർ ആൾക്കാരും കായൽപ്പട്ട ആൾക്കാരും ഒരുപാട്. പിന്നെ ഇപ്പോൾ ജം ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി, തമിഴ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ മക്കളാണ്. ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പള്ളി ഒരുപാട്. അതുപോലെ തന്നെ തഞ്ചാവൂർ മക്കൾ ഇവിടെ നിന്ന് ജം ബിസിനസ് ബാങ്കോക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഇപ്പോൾ ബാങ്കോക്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷനാണ്, ഒരുപാട് കോൺട്രിബ്യൂഷൻ. ആൻഡ് അവിടത്തെ ഇതുപോലത്തെ മുസ്ലിം മസ്ജിദ് ഒന്നുണ്ട്, മസ്ജിദ് കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോങ്കോങ്ങിൽ ഈ ഒറ്റ പള്ളിയുള്ളൂ, മൊത്തം ടോട്ടൽ 6 മസ്ജിദ്സ് ഉണ്ട്. അതിൽ 5 മസ്ജിദ്സ് வந்து നമ്മുടെ മാനേജ്മെന്റ് അണ്ടറിലാണ്. BOT ചെറുതാണ്. ഇതുപോലത്തെ മസ്ജിദാണ്. അത് എവിടെയൊക്കെയാണ്? അവിടേക്ക് ഒരു മസ്ജിദ് ഷെല്ലി സ്ട്രീറ്റ് എന്ന് പറയുന്ന സെൻട്രലിലാണ്. സെക്കൻഡ് മസ്ജിദ് അമ്മാർ ഒരുപാട് ചൈനീസ് മക്കൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. പിന്നെ സെക്കൻഡ് മസ്ജിദായി. തേർഡ് മസ്ജിദ് കൗലോണ. ഫോർത്ത് വാൻചായ് ചായ്വാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെയാണ് സെമിട്രി ഉണ്ടാവുക. അവിടെ ചായ്വാൻ മസ്ജിദ്. ഫൈനൽ മസ്ജിദ് സ്റ്റാൻലി മസ്ജിദ് എന്ന് പറയും. സ്റ്റാൻലി പ്രിസണിൽ ഒരു മസ്ജിദ് ഉണ്ട്. പിന്നെ 5. അതിപ്പോ ഇപ്പൊ അംസ്വ മസ്ജിദ്. ഇന്ത്യക്കാരൊക്കെ വളരെ കുറവാണ്. ഇന്ത്യക്കാര് എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ വളരെ കുറവാണ്. പിന്നെ പാകിസ്ഥാനി മക്കൾ 25,000 ഉണ്ട്. അവിടുത്തെ ഇമാമൊക്കെ പാകിസ്ഥാനി മക്കൾ ഉണ്ടാവും. കുറെ ചൈനീസ് ആൾക്കാർ ഉണ്ടാവും. അത് moreover there are 40 madrasas are there. Madrasas, 40 prayer halls. In that madrasas will be there. Different organizations are holding. അതല്ലേ ഇവര് നമുക്കിപ്പം ഇസ്ലാമിലേക്ക് ചൈനീസ് ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടുന്ന് കൺവേർട്ട് ആയി വരാറുണ്ട്. എവറി വീക്ക് അല്ലേ ഒരാളോ രണ്ടാളോ ഈ മസ്ജിദിൽ തന്നെ ഷഹാദത്ത് സ്വീകരിക്കുന്നു വരുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാരല്ലേ, ലോക്കൽ ആൾക്കാർ മിഹിദിയായിട്ട് അവിടെ വരും. ചൈനീസ് മക്കൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം പറഞ്ഞാല് മസ്ജിദ് അമ്മാർ വരും. എവിടെയും പറയുന്നുണ്ട് ഒരുപാട്. ഇന്ന് ഇപ്പൊ നിങ്ങൾ വരുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ചൈനീസ് മെയിൻലാൻഡിലുള്ള സ്റ്റുഡന്റ്. അതിനൊന്നും ഇവിടെ പ്രോബ്ലംസ് ഒന്നുമില്ല. നോ പ്രോബ്ലം. ഒരുപാട് പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് ഈ മസ്ജിദിലല്ലേ. എവറി ഡേ ഏതായത് യൂണിവേഴ്സിറ്റിയോ സ്കൂൾ സ്റ്റുഡൻസോ വിസിറ്റ് ചെയ്യും. ആ സമയത്ത് ഇവിടുത്തെ ഇമാമാരെ
ഈ മസ്ജിദിന്റെ സീറത്തും ഇസ്ലാമിന്റെ ഓവറോൾ എത്തിക്സും ഒക്കെ പറഞ്ഞു അവർക്ക്. ഇങ്ങനെയൊക്കെ ദഅവാന്റെ കാമും നടക്കുന്നുണ്ട്, വർക്കും നടക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൈഡേ സെർമൺ വളരെ ഫേമസ് ആണ്. ഫേമസ് ആണ്, ഇഷ്ടംപോലെ ആള്. ഞാൻ ഇന്നലെ അറ്റൻഡ് ചെയ്ത് 3500 ആൾക്കാർ. പിന്നെ സൺഡേ അല്ലേ, സൺഡേ നാളെ ഒരുമിച്ച് കൂടി സലാത്തും അങ്ങനൊക്കെ. ഇന്തോനേഷ്യൻ ഹോങ്കോങ് സിറ്റിസൺ, ഹോങ്കോങ് സിറ്റിസൺ അല്ല, ഡൊമസ്റ്റിക് ഹെൽപ്പർ ആയിട്ട് വരുന്ന വേലക്ക് വരുന്നത്. അത് ലേഡീസ് അല്ലേ അധികം? ഫുൾ ലേഡീസ് ഇവിടെ ഉണ്ട് വരും എവറി സൺഡേ. അവിടെ ഒരുപാട് കീർത്തനങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ അവരുടെ ഇന്തോനേഷ്യൻ സ്റ്റൈൽ. ഇന്തോനേഷ്യൻ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് മുസ്ലിം പോപ്പുലേഷൻ ഓഫ് ഹോങ്കോങ് 300,000 ഹോങ്കോങ്ങിലെ പോപ്പുലേഷനിൽ ഇന്തോനേഷ്യൻ ആണോ ഏറ്റവും കൂടുതൽ? ഇന്തോനേഷ്യൻ മെയ്ഡ്സ് 150,000 ഇന്തോനേഷ്യൻസ് ഇവിടെ ഉണ്ടല്ലേ? ഫിലിപ്പീൻസ് കുറവാണ്. ഫിലിപ്പീൻസ് ഇസ്ലാം അവിടെ കുറവല്ല. ഇസ്ലാം ഇന്തോനേഷ്യൻസ് ഹാസ് എ ഗുഡ് റിലേഷൻ വിത്ത് ദ ഗവൺമെന്റ്. ഇപ്പോഴും അതാണത്. ഓക്കെ, അപ്പൊ സന്തോഷം ഉസ്താദിനെ കാണാൻ കഴിഞ്ഞില്ലേ? ഞാൻ ജുമാ കഴിയുമ്പോൾ തന്നെ ഉസ്താദിനെ കണ്ട് സക്കാഫിയാന്ന് കേട്ടപ്പോ ഞാൻ വീണ്ടും പറയാണ്. അപ്പൊ എന്തായാലും സക്കാഫി നമുക്ക് എന്താണെന്നറിയാം, നമുക്ക് കോഴിക്കോട് നമുക്ക് എപ്പോഴും പ്രൗഡുള്ള ഒരു സംഗതിയാണ് ഈ മർക്കസ് എന്ന് പറയുന്നത്. മർക്കസിന്റെ ഡെവലപ്മെന്റും അതിലൂടെ എത്രയോ സക്കാഫികൾ ലോകത്ത് പല ഭാഗത്ത് പോയിട്ടുണ്ട്. പിന്നെ കുറേ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജും കാര്യങ്ങളും ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലാസ്റ്റ് 2 ഇയറിൽ ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതെ അതെ, അത് നമ്മൾ കാണാറുണ്ട്. ഉസ്താദ്മാരൊക്കെ കാണുമ്പോൾ ലാംഗ്വേജ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഉസ്താദ്മാർ, ഇംഗ്ലീഷും ഒക്കെ. അതെ, അതിനുള്ള കോഴ്സ് മർക്കസ് സഖാഫത്തിൽ അങ്ങ് നല്ല ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും നല്ല ഡെവലപ്പാണ്. ഇപ്പൊ നമ്മള് താമരശ്ശേരിയില് ഒരു ഇത് വരുന്നുണ്ടല്ലോ മർക്കസിന്റെ മൊത്തം. അവിടെ എല്ലാം വലിയൊരു എന്താ പറയാ സിറ്റി പോലെ, അതില് വലിയ പള്ളി വന്നിട്ടുണ്ട്. പുസ്തകം കണ്ടുണ്ടോ? നല്ല അടിപൊളി പള്ളിയാണ്. അതെ ചെയ്ത. അപ്പൊ ഇൻഷാ അല്ലാഹ് കണ്ടതിൽ അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമായി. എല്ലാം ഹൈറാവട്ടെ. ഉസ്താദ് പ്രാർത്ഥിക്കണം. എല്ലാം ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. യാത്രക്കൊക്കെ ഒരു സപ്പോർട്ട് വേണം, ഒരു പ്രാർത്ഥന വേണം. ഉസ്താദിന്റെ എപ്പോഴും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഹോങ്കോങ്ങിലെ പള്ളീൻ്റെ മസ്ജിദിൻ്റെ ജുമാ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അപ്പം ഇത് കണ്ട എല്ലാവരോടും പറയാണ്, ലോകത്തെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ട്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മളെ ഈ മസ്ജിദിൻ്റെ ഹോങ്കോങ് കോലോൺ മസ്ജിദിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും തുടർന്ന് മറ്റ് പ്രത്യേകതയുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ കാണിക്കുന്നതാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടെ ഉണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.